പ്ലേ സ്റ്റോറിൽ പോയിട്ട് ചാം ക്യാഷ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ചാം ക്യാഷ് ഒരു ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ സൈൻ അപ്പ് വിത്ത് ചാം ക്യാഷ് കൊടുക്കണം. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ സൈൻ അപ്പ് വിത്ത് ചാം ക്യാഷ് കൊടുക്കുക, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ. ഇപ്പോൾ നെയിം, ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഫോൺ നമ്പർ, ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം. വാട്സപ്പുള്ളൊരു അക്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എപ്പോഴും നമുക്ക്. ഓക്കെ, എല്ലാം കൊടുത്ത് ഇനി എൻ്റെ സ്പോൺസർ ഐ ഡി ചോദിക്കുമ്പോൾ ഇവിടെ ഞാൻ എൻ്റെ സ്പോൺസർ ഐ ഡി ആണിത്. 19333677 അങ്ങനെ കൊടുക്കണം. നിങ്ങൾക്ക് വേറെ ആളാണ് റെഫർ ചെയ്തതെങ്കിൽ അയാളുടെ ഐ ഡി കൊടുക്കാം. നിങ്ങൾ പുതിയതായിട്ട് ചാം ക്യാഷിൽ വരികയാണെങ്കിൽ ഈ ഐ ഡി കൊടുക്കാം. ഞാനൊരു സിൽവർ അച്ചീവറാണ്, അതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. എല്ലാത്തിലും ഏണിങ്ങിലാവുമ്പോൾ സിൽവർ അച്ചീവറുടെ ഒരു ഐ ഡിയാണ് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റാണ്. ഓക്കെ, അപ്പോൾ ഐ ഡി കൊടുത്തു. വെരിഫൈ കൊടുക്കണം. വെരിഫൈ, അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റിൽ പ്രൊസീഡ് കൊടുത്ത ഓക്കെ. ഇപ്പോൾ ചാം ക്യാഷ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഒരുപാട് താഴെ ആമസോൺ, ഈറോസ് നൗ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആപ്ലിക്കേഷൻ കാണും. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻസ് കാണും. അതൊക്കെ ഫോളോ ചെയ്ത് ഇത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. താഴോട്ട് 8 ആപ്സ് ലെഫ്റ്റ്, അതായത് ഇനി 8 ആപ്പ് എടുത്താലേ ചലഞ്ച് കംപ്ലീറ്റ് ആവുള്ളൂ. ഈ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നതിനാണ് ചലഞ്ച് കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഏൺ ടോക്ക് ടൈം ഓൾറെഡി ഇൻസ്റ്റാൾ ആണ്, അത് പുറത്തായി അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നുകൂടെ ചാം ക്യാഷ് വഴി ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാലേ ഫ്യൂച്ചർ ഇൻവൈറ്റിങ്ങിനൊക്കെ നിങ്ങൾക്ക് ക്യാഷ് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളെ ചലഞ്ച് കംപ്ലീറ്റ് ആവും. ചലഞ്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇൻവൈറ്റിംഗ് പ്രോസസ്സ് തുടങ്ങും. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് $1 ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അത് യൂസ് ചെയ്യണമെങ്കിൽ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. റെഫർ ഐ ഡി ഉണ്ടല്ലേ, ആ റെഫർ ഐ ഡി നിങ്ങളെ ഐ ഡിയാണ്. അത് വെച്ച് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക. ആ റെഫർ ഐ ഡി വെച്ചാണ് നിങ്ങൾ ഇനി ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ അപ്ലൈൻ ഐ ഡി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സ്പോൺസർ ഐ ഡിയും സ്പോൺസറുടെ നമ്പറും ഉണ്ട്. അത് സേവ് ചെയ്താൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും.